മിഥിലയിൽ നിന്നും വിവാഹം കഴിഞ്ഞ് തിരിച്ച് ദശരഥ സമേതം അയോധ്യയിലേക്ക് പോകുമ്പോഴാണ് പരശുരാമന് ഇത് കേൾക്കാനുള്ള യോഗമുണ്ടായത്. 21 വട്ടം ഭൂർലോകം എന്ന് പറയുന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന ക്ഷത്രിയ വീര്യത്തിനെതിരെ ക്ഷത്രിയ യുദ്ധം നടത്തി കൊന്നൊടുക്കിയ ആ യുദ്ധക്കുതിയനായിട്ടുള്ള പരശുരാമൻ്റെ ആയുധത്തെ താഴെ വെപ്പിച്ച് നിത്യതപസ്സിനായിട്ട് വിട്ട് ജ്ഞാനോദയം സാധ്യമാക്കി കൊടുത്ത ആ സിദ്ധാന്തമാണ് നമ്മൾ ഈ റീ ഓപ്പൺ ചെയ്തിരിക്കുന്ന ത്രേത സിദ്ധാന്തം. അത് ഓപ്പണാക്കുമ്പോൾ മാത്രമാണ് മുഴുവൻ ദേവസങ്കല്പങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങയുടെ കയ്യെഴുത്ത് പ്രതിയായിട്ടുള്ള ആ പ്രണവവേദയ്ക്കകത്ത് ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ വേദങ്ങളിലുണ്ട്. നമ്മുടെ വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. ആ അറിവിനെ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് രാമൻ മടങ്ങുന്നത്.